നാസർ കൊളായി മുതിർന്ന CPM നേതാവ് കൂടി നമ്മോടൊപ്പം ഉണ്ട്. നാസർ കൊളായി, തൂണേരി ഷിബിൻ വധക്കേസിൽ പാണക്കാട് തങ്ങൾ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യത്തെയും സമീപിക്കുന്നുവെന്ന് ലീഗ് അവകാശപ്പെടുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗം, അയാളെ ലീഗുകാർ തന്നെ തെറി വിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ മറ്റൊരു വിഷയത്തിൽ. പക്ഷേ ആ മൊയ്ൻ അലി തങ്ങൾ എത്തി പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പ്രതികളെ ജയിലിൽ സന്ദർശിക്കുകയാണ്. ഇതൊരു കുറ്റമല്ലേ ധാർമ്മികമായി? തീർച്ചയായും ധാർമ്മികമായ കുറ്റമാണ്. പക്ഷേ ധാർമ്മികമായ എന്ത് കുറ്റമാണെങ്കിലും അത് മുസ്ലിം ലീഗ് ചെയ്തതായതുകൊണ്ടും പാണക്കാട് തങ്ങൾ ചെയ്തതായതുകൊണ്ടും നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമങ്ങളും അത് വെണ്ടക്ക നിരത്തി ഹെഡിങ് ആക്കില്ല, അത് ചർച്ച ചെയ്യില്ല. കാരണം അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഷിബിൻ എന്ന് പറയുന്ന ഒരു CPM കാരനാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഷിബിന്റെ കൊലയാളികൾ തെയ്യമ്പാടി ഇസ്മായിൽ അടക്കം ആ പ്രതി ഇപ്പൊ ഗൾഫിൽ ഒളിവിലാണ്. അവർക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്നത് ഇതേ മുസ്ലിം ലീഗാണ്. തെയ്യമ്പാടി ഇസ്മായിൽ നേരത്തെ തന്നെ നിരവധി കേസുകളിലെ പ്രതിയാണ്, ക്രിമിനൽ കേസുകളടക്കമുള്ള പ്രതിയാണ്. ഈ കേസുകളിൽ പ്രതികളായ പലരും നേരത്തെ പല കേസുകളിലെയും പ്രതികളാണ്. അവരാണ് കൗമാരപ്രായം കഴിഞ്ഞു തുടങ്ങിയിട്ടുള്ള ഷിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ യാതൊരു പ്രശ്നവുമില്ലാതെ, നമുക്കറിയാം നാഗാപുരം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു. അവിടെ ഇടപെടലുകൾ നടത്തി ഇരു വിഭാഗങ്ങളൊക്കെ ചർച്ചകൾ നടത്തി സമാധാനത്തിലേക്ക് നടന്നുകൊണ്ടിരുന്ന നാദാപുരം, ആ നാദാപുരത്തെ മറ്റൊരു കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇതുപോലെ ഒരു ജനുവരി 22-ന് ഷിബിനെ വെട്ടിക്കൊന്നോടുകൂടി ഉണ്ടായിട്ടുള്ളത്. ആ കേസിലെ പ്രതികൾ ക്രിമിനലുകളാണ്. ആ ക്രിമിനലുകളെയാണ് പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ പോയിട്ട് ജയിലിൽ പോയി സന്ദർശിച്ചതും പുറത്തു വന്നതും. മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കൂടി ഇട്ടു. അദ്ദേഹം പറയുന്നത് നിരപരാധികളായ ഈ വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കാൻ ഞങ്ങൾ സുപ്രീം കോടതി പോവും, അതിന് ലീഗിന്റെ നേതാക്കളൊക്കെ റെഡിയായി നിൽക്കുകയാണ്. കീഴ്ക്കോടതി വിട്ടയച്ച പ്രതിയാണ് അതിന് എന്നിട്ടാണ് മേൽക്കോടതി ശിക്ഷിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കീഴ്ക്കോടതി വിട്ടയച്ച പ്രതികളൊക്കെ നിരപരാധികളാണ്, മേൽക്കോടതി പോകാൻ പാടില്ല. അപ്പൊ നമുക്കിവിടെ അറിയാം പല കേസുകളിലും കീഴ്ക്കോടതി വിട്ടയക്കുമ്പോൾ അവർക്ക് വേണ്ടി മേൽക്കോടതിയിലേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ച നടത്തുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ആളുകൾ, മനസ്സിലായില്ലേ? പക്ഷെ ഒരു മാധ്യമവും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പ്. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ കാസർഗോഡ് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് ആ കൊലപാതകികൾക്ക് വേണ്ടി അനുകൂലമായി പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ CPM പ്രതികളായി വരുമ്പോ അതിലൊരു പ്രത്യേക വകുപ്പ് നമ്മുടെ നാട്ടിൽ പണ്ട് എന്താണ്, ഗൂഢാലോചന കേസ്. കൊല്ലപ്പെട്ട പ്രതികൾ കൊലയാളികളല്ലാത്ത പാർട്ടി നേതാക്കന്മാരെ ഗൂഢാലോചന കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞ് ജയിലിലടച്ചു. അതുകൊണ്ടാണ് KV കുഞ്ഞിരാമൻ അടക്കമുള്ള മണികണ്ഠൻ അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി പാർട്ടി നേതാക്കന്മാര് അവിടെ പോയത്. ജയരാജൻ അവരെ കാണാൻ വേണ്ടി പോയപ്പം അത് നമ്മുടെ സമൂഹത്തിൽ വലിയ വാർത്തയായി, വലിയ ചർച്ചയായി. കൊടും ക്രൂരന്മാര് കൊലപാതകികൾക്ക് വേണ്ടി നടക്കുന്നവര്. ഇപ്പോഴോ പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ പോയാൽ ഒരു കുഴപ്പമില്ല. പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ പോയത് ഈ കൊലക്കേസിൽ നേരിട്ടിട്ടുള്ള പങ്കിട്ടിട്ടുള്ള പ്രതികളെ കാണാൻ വേണ്ടിയിട്ടാ പോയത്, അല്ലാതെ ഗൂഢാലോചന കേസിൽ പെട്ട നേതാക്കന്മാരോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൂഢാലോചന കേസ് തന്നെ അതിൽ നടന്നിട്ടില്ല. യഥാർത്ഥ പ്രതികളെ, കാരണം ഈ കൂട്ടത്തിൽ ഷിബിൻ ആക്രമിക്കപ്പെടുമ്പോ കൊല ചെയ്യപ്പെടുമ്പോ അവിടെ പരിക്കേറ്റിട്ടുള്ള മറ്റ് ആളുകളുണ്ട്. ആ ആളുകളുടെ അടക്കം അതിലൊരു കോൺഗ്രസ്സുകാരൻ അടക്കമുണ്ട്. ഷിബിൻ വധക്കേസിൽ ഈ സംഭവം നടക്കുമ്പോ കൊലയാളികളുടെ ആക്രമണത്തിന് വിധേയമായി ഗുരുതരമായി പരിക്കേറ്റ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, CPM മാത്രമല്ല. അവരടക്കം സാക്ഷി പറഞ്ഞ കേസാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ മൊയ്ൻ അലി തങ്ങൾ പോകുന്നത്. മാത്രമല്ല, ഈ നാദാപുരം എന്ന സ്ഥലം തന്നെ പല വിധത്തിലുമുള്ള തീവ്രവാദ സംഘടനകളുടെ ഉദയത്തിന് നിദാനമായ കാര്യങ്ങളാണ്. കള്ളത്തരം പറഞ്ഞ് പ്രചരണം നടത്തി കൊലപാതകം ചെയ്ത പല വിഷയങ്ങളുണ്ട്. അതിനൊക്കെ ലീഗ് യഥാർത്ഥത്തിൽ കൂട്ടാണ് എന്ന രാഷ്ട്രീയ ഐക്യമാണ് ഇവിടെ പുറത്തു വരുന്നത്. അതെ, ഇത് നമുക്ക് വളരെ വ്യക്തമായ അനുഭവമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് അവിടെ നബീസുവിനെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു എന്ന കള്ളപ്രചരണം നടത്തിയത്. അന്നും പാണക്കാട് തങ്ങന്മാരുണ്ട്. മീൻസ് ആ തെരഞ്ഞെടുപ്പ് ബഹുമാന്യനായ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. 1000 പള്ളികളുടെ ഇമാമുകൾ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇവര് കോഴിക്കോട് വെച്ചിട്ട് പ്രസംഗിക്കാണ് ഈ ഈ ഒരു നബീസുവിനെ നിസ്കാരപ്പായിലിട്ട് ബലാത്സംഗം ചെയ്തു. സ്വാഭാവികമായി തങ്ങളുടെ വാക്കുകളെ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. കാരണം അതേ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റിനപ്പുറം 1000 പള്ളികളുടെ ഇമാം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവർക്കുണ്ട്. അപ്പൊ അവരുടെ വാക്കുകളെ പൊതുജനങ്ങൾ വിശ്വസിക്കും.
അങ്ങനെയാണ് നബീസ് ബലാത്സംഗം ചെയ്തു. അതും എവിടെ? പക്ഷേ നബീസ് തന്നെ പിന്നെ വന്ന് പറഞ്ഞു അല്ലേ അത് കള്ളത്തരമാണ്. അതെ അതെ, നിസ്കാരപ്പായി എന്ന് പറഞ്ഞാൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പൂജാമുറി പോലെയുള്ളതാണ്. അതെ അതെ, അവിടെ വെച്ച് നബീസുവിനെ ഈന്തുള്ളതിൽ ദിനു അതിലൊരു വർഗീയത ഉണ്ട്. കാരണം ഈന്തുള്ളതിൽ ദിനു ജന്മം കൊണ്ട് ഹിന്ദു ആണ്, കർമ്മം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനാണ്, ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം 1,00,000 രൂപയാണ് നഷ്ടപരിഹാരം കോഴിക്കോട് കടപ്പുറത്ത് വെച്ചെന്ന് സോണിയാഗാന്ധി പ്രഖ്യാപിച്ചു. അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു. ജയിച്ചതിൽ ആഹ്ലാദത്തിൽ ഷിബിനെ ഈ ചെറുപ്പക്കാരനെ ഈന്തുള്ളതിൽ ദിനുവിനെ പകല് കല്ലാച്ചി അങ്ങാടിയിലിട്ട് വെട്ടിക്കൊന്നു. ആ അമ്മയുടെ നിലവിളി കണ്ട് സഹിക്കാവുന്നാവാഞ്ഞിട്ടാണ് നബീസു സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, എന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ല, അത് കള്ളക്കറിയാണ്. മെഡിക്കൽ റിപ്പോർട്ട് വന്നു, ചന്ദ്രിക പത്രത്തിൽ വന്നു. അന്നുണ്ട് ഈ പാണക്കാട് തങ്ങന്മാരുടെ ഇതുപോലെയുള്ള പ്രസ്താവന, കൊലപാതകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടില്ലേ, മനസ്സിലായില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ തങ്ങൾ പോയതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ലീഗിന്റെ നയപരിപാടികളുടെ ഭാഗമായി തന്നെയാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം, കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യില്ല, ഇത് കഥ എഴുതൂല. ഒരു കാരശ്ശേരിമാരും കണ്ണ് ചോപ്പിച്ച് ഇതിന് കരച്ചിൽ വരാൻ അമ്മാതിരി സാഹിത്യ നായകന്മാർ ഇതിൽ വരാൻ പോകുന്നില്ല. എന്താ കാരണം? കൊല്ലപ്പെട്ടത് ഷിബിനാണ്, പോയിട്ടുള്ളത് പാണക്കാട് തങ്ങളാണ്. അത് പി ജയരാജനോ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോ ആയി നോക്കണം, അപ്പോഴേ ഇതുള്ളൂ. ഈ അനീതിക്കെതിരെ, ഈ മാധ്യമ അനീതിക്കെതിരെ, ഈ മാധ്യമ വിചാരണയുടെ അനീതിക്കെതിരെയും കൂടി നമ്മുടെ നാട്ടിൽ ശബ്ദം ഉയരണം. തങ്ങൾ പോയി എന്നുള്ളതല്ല അതിന്റെ പ്രത്യേകത. അതിനേക്കാൾ കൂടുതൽ ഇത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അതെ അതെ, അത് മാത്രമല്ല ഈ വിഷയത്തിൽ പാണക്കാട് സാദിഖലിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, താങ്കൾ ഈ പറഞ്ഞതുപോലെ കമ്പയർ ചെയ്ത് പല വിഷയത്തെയും കമ്പയർ ചെയ്ത് തന്നെയാണ് ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മറുപടിയില്ല, അദ്ദേഹം പ്രതികരിക്കാതെ അങ്ങ് പോവുകയാണ് ചെയ്തത്. വേണമെങ്കിൽ ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കാണാം, കേൾക്കാം. നാസർ കൊളായി ഒന്ന് ദയവായി തുടരൂ. ഷിഹാബ് തങ്ങളുടെ, സാദിഖലി തങ്ങളുടെ വാക്കുകൾ. നേതാക്കൾ ജയിലിൽ സന്ദർശിച്ച സമാനമായൊരു നടപടിയാണ് ഇന്നലെ ഉണ്ടായത്. അതായത് ഈ തൂണേരി കേസിലെ പ്രതികളെ അദ്ദേഹത്തിന് തിരക്കാണ്. ആ ചോദ്യം കേട്ടതിന് ശേഷം തിരക്ക് വരികയാണ് അദ്ദേഹത്തിന്. ആ തിരക്കുണ്ടാവും, അവർക്ക് തിരക്കുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാല് അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായി അതിന് മറുപടി പറയാൻ കഴിയില്ല. രാഷ്ട്രീയ ഉത്തരം അതിനില്ല. ഏകപക്ഷീയമായി CPM-നെതിരെ നടത്തുന്നത് പോലെയുള്ള ഒരു സംഭവം ഈ പത്രക്കാർ ചോദിക്കില്ലെന്നേ. ഇതിനപ്പുറത്തേക്കൊന്നും ഇവരാരും ചോദിക്കില്ല. അതിന് ഈ പാണക്കാട് തങ്ങന്മാരൊന്നും മറുപടി പറയാനും പോകുന്നില്ല. കാരണം മുഹീൻ അലി തങ്ങൾ തന്നെ നേരിട്ട് അനുഭവിച്ചാണ് കോഴിക്കോട് ലീഗ് ഹൗസിൽ വെച്ച് ഗുണ്ടയുടെ നേരിട്ടുള്ള വിളി. അതിപ്പോ നമുക്ക് ഈ ചാനലിലൂടെ പറയാൻ പറ്റില്ല. സുധാകരൻ സതീശനെ വിളിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും പച്ചത്തെറി ഇവരുടെ അണികളിൽ നിന്ന് തന്നെ നേരിട്ട് കുഞ്ഞാലിക്കുട്ടി ഭക്തനാണ് അങ്ങനെ തെറി വിളിച്ചത്. അതെ, ആ കുഞ്ഞാലിക്കുട്ടി ഭക്തൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടയിൽ നിന്ന് അത്തരം ഒരു നേരിട്ട് വിളി കേട്ട അനുഭവമുള്ള മുഹീൻ അലി തങ്ങൾ ഇതിൽ പോയത് ഖേദകരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നിട്ട് ഫേസ്ബുക്ക് പോസ്റ്റും ഇതിന്റെ ന്യായീകരണവും. അതാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു പകരം ഇതെങ്കിൽ പി ജയരാജനോ അല്ലെങ്കിൽ അതുപോലെയുള്ള CPM നേതാക്കളോ ഗൂഢാലോചന കുറ്റത്തിന്റെ പേരിൽ ഈ കൊലപാതകത്തിന് പുറമെ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടുന്ന പോകുമ്പോ അത് വലിയ വിഷയമായി നമ്മുടെ നാട്ടിൽ വരും. ഈ നെറികേട്, ഈ മാധ്യമ നെറികേട് എന്നാണ് പറയേണ്ടത്. കാരണം ഈ പോകുന്നതല്ല, അത് വാർത്തയാക്കാതെ, അത് ചർച്ചയാക്കാതെ ഈ കൊണ്ട് നടക്കുന്ന മാധ്യമ നെറികേടിനെതിരെയാണ് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ വലിയ പ്രതികരണം ഉയർന്നു വരേണ്ടത്. തീർച്ചയായും നാസർ കൊളായി CPIM നേതാവാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.